നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന നിരാഹാരം. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു സമരം. ഇനി പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാനാകില്ല. കാസർഗോഡ് നഗരത്തിലും അതിർത്തി പ്രദേശങ്ങളിലും ഉൾപ്പെടെ സ്ഥാപിച്ച പോലീസിന്റെ അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ മിന്നിത്തുടങ്ങി. ചെർക്കളയിൽ തെരഞ്ഞെടുപ്പിനിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവം. 10 പേർ അറസ്റ്റിൽ. പോലീസിനെതിരെ ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ 7 പേർക്കെതിരെയും കേസ്. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരതിന് 1 വയസ്സ്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ജനപ്രീതിയിലും ഓട്ടത്തിലും ഇപ്പോഴും ഹിറ്റ്. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളി കാസർഗോഡ് ജില്ല. കത്തുന്ന വെയിലിൽ പുൽമേടുകൾക്കുൾപ്പെടെ തീപിടിക്കുന്നത് ആശങ്കയുയർത്തുന്നു. തൃക്കരിപ്പൂരിൽ ജൈവ മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി. ഫെസ്റ്റിൽ 17ൽ പരം വേറിട്ട രുചികളുള്ള മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവും. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന നിരാഹാരം. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ സമരപ്പന്തലിലാണ് നിരാഹാര സമരം നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഏകദിന നിരാഹാരം സംഘടിപ്പിച്ചത്. ഡോക്ടർ ഖാദർ മാങ്ങാട്, ഡോക്ടർ അജയകുമാർ കോടോത്ത്, അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ, ഫറീന കോട്ടപ്പുറം എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിച്ചത്. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ടും ഒരു ഭരണകൂടം വഴിയിൽ വന്നിരിക്കുന്ന അമ്മമാരുടെ സമരത്തെ, കുഞ്ഞുങ്ങളുടെ സമരത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഭയാനകമായ, വേദനാജനകമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്ര ഉദാസീനമായിട്ടാണ്, എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഭരണകൂടം ഒരു സമരത്തെ നോക്കിക്കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും അവകാശങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാനോ അല്ല, മറിച്ച് ഭരണകൂടം തന്നെ ചെയ്ത വലിയ പാതകത്തിന്റെ ഫലമായിട്ട് ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ ചോദിക്കാനാണ്, ഔദാര്യത്തിനല്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടക്കുന്നത്. 1031 കുട്ടികളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കി ആദ്യം തെരഞ്ഞെടുത്തെങ്കിലും ഭാഗമായിട്ട് നിരവധി സമരങ്ങൾ നേരത്തെ കൃഷ്ണേട്ടൻ പറഞ്ഞല്ലോ. ആ സമരങ്ങളിലൊക്കെ സജീവമായിട്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, V കമ്മാരൻ, ഉമേശൻ, സൂര്യഭട്ട്, മാധവൻ മാസ്റ്റർ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് നഗരത്തിലും അതിർത്തി പ്രദേശങ്ങളിലും ഉൾപ്പെടെ സ്ഥാപിച്ച പോലീസിന്റെ അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ മിന്നിത്തുടങ്ങി. വാഹനമേതായാലും നമ്പർ പ്ലേറ്റുകൾ ഇനി ക്യാമറ കണ്ണുകളിൽ പതിയും. മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച റോഡ് ക്യാമറകളെക്കാൾ ഒട്ടേറെ സവിശേഷതകളും സംവിധാനങ്ങളും നിറഞ്ഞതാണ് ANPR ക്യാമറകൾ. അമിത വേഗത്തിൽ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ പോലും നമ്പർ പ്ലേറ്റ് ഒപ്പിയെടുക്കാൻ കഴിയുന്നതാണ് ANPR ക്യാമറകൾ. ഇരുചക്ര വാഹനങ്ങളിലെ ഹെൽമറ്റ് ഇല്ലാതെയുള്ള യാത്ര, ഇരുചക്ര വാഹനത്തിലെ ട്രിപ്പിൾ സീറ്റ് യാത്ര, സീറ്റ് ബെൽറ്റ് ഇടാതെയുള്ള കാർ യാത്ര, നമ്പർ പ്ലേറ്റിലെ കൃത്രിമം ഇവയെല്ലാം യഥാസമയം ഒപ്പിയെടുത്ത് സെർവറിലേക്ക് നൽകും. നിയമലംഘനം ക്യാമറ ഒപ്പിയെടുക്കുന്ന ഉടൻ തന്നെ വാഹന ഉടമയുടെ ഫോണിലേക്ക് സന്ദേശമെത്തും. നിയമലംഘനവും അതിൻ്റെ HD ഫോട്ടോയും ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ലിങ്കാണ് ഉടമയുടെ ഫോണിലേക്ക് എത്തുക. ദിവസത്തിൽ 24 മണിക്കൂറും നിരീക്ഷിക്കുന്ന വീഡിയോ ക്യാമറയിലെ ദൃശ്യങ്ങൾ മാസങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കുവാനും കഴിയും. അപകടം വരുത്തി നിർത്താതെ പോകുന്ന വാഹനങ്ങൾ, അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ, ലഹരി വസ്തുക്കൾ കടത്തിപ്പോകുന്ന വാഹനങ്ങൾ, മോഷണങ്ങൾ തുടങ്ങിയവയും ക്യാമറ ഒപ്പിയെടുക്കും. ഇതര സംസ്ഥാനങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലും പോലീസ് ഉപയോഗിക്കുന്നതും NPR ക്യാമറകളാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി ജംഗ്ഷൻ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങൾക്ക് പുറമെ അതിർത്തി പ്രദേശമായ തലപ്പാടി, പാണത്തൂർ, മാണിമൂല, കൊട്ടോടി, പെർള ഉൾപ്പെടെ ജില്ലയിലെ ഒട്ടേറെ അതിർത്തി പ്രദേശങ്ങളിലും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ സ്ഥാപിച്ച ക്യാമറകളുടെ കൺട്രോൾ യൂണിറ്റ് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള കൺട്രോൾ റൂമാണ്. 2021 കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നേരത്തെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും
ജില്ലയിൽ കാസർഗോഡ് നഗരത്തിൽ ഉൾപ്പെടെ സ്ഥാപിച്ചത് അടുത്തിടെയാണ്. BSNL ഉൾപ്പെടെയുള്ള വിവിധ സ്വകാര്യ ടെലികോം കമ്പനികളുടെ സഹായത്തോടെയാണ് ക്യാമറയിലേക്ക് ആവശ്യമായ നെറ്റ്വർക്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ട്രാഫിക് നിയമം ലംഘിക്കുന്നത് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുന്നതിനാൽ പിഴ അടയ്ക്കാനുള്ള നോട്ടീസും ഉടമസ്ഥനിലേക്ക് എത്തും. കാസർഗോഡ് നഗരത്തിൽ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നേരത്തെ ഒട്ടേറെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതിൽ പലതും പ്രവർത്തനരഹിതമാണ്. നിയമലംഘനങ്ങൾ തടയാൻ ഇനി ANPR ക്യാമറകളും. ജില്ലയിലെ പ്രധാന ജംഗ്ഷനുകൾക്ക് പുറമെ അതിർത്തി പ്രദേശങ്ങളിലും അത്യാധുനിക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം അമ്പിളി ബാലശാമ, KC ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് ചെർക്കളയിൽ തെരഞ്ഞെടുപ്പിനിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവം 10 പേർ അറസ്റ്റിൽ. പോലീസിനെതിരെ ബലപ്രയോഗം നടത്തിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ 111, 112, 113, 114, 115 നമ്പർ ബൂത്തുകളിലും ചെങ്കള ALP സ്കൂളിലെ 106, 107 നമ്പർ ബൂത്തുകളിലും കള്ളവോട്ട് നടക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ കൈരളി റിപ്പോർട്ടർ സിജു കണ്ണൻ, ക്യാമറാമാൻ ഷൈജു പിലാത്ര, മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ സാരംഗ്, മാതൃഭൂമി റിപ്പോർട്ടർ പ്രദീപ് നാരായണൻ എന്നിവരെ ആക്രമിച്ച സംഭവത്തിലാണ് 10 പേരെ അറസ്റ്റ് ചെയ്തത്. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ, ബാലടുക്കിയിലെ ഷെരീഫ് മാർക്കറ്റ്, ചട്ട പൈച്ചു, ആദൂരിലെ ഇക്ബാൽ, മല്ലത്തെ നൌഫൽ, ബംബ്രാണിയിലെ ഹാഷിം, സാലി, ജാഫർ, ചാടു, ആമു എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവർ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് പോലീസ് പറഞ്ഞു. IPC 143, 147, 341, 323, 149 എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പോലീസിനെതിരെ ബലപ്രയോഗം നടത്തിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വിദ്യാനഗർ ഇൻസ്പെക്ടർ KJ ബിനോയിയുടെ പരാതിയിൽ ഷഹദ് റഹ്മാൻ, ഷെരീഫ്, സാലിഹ്, ഫൈസൽ, ജാഫർ, നൌഷാദ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. IPC 143, 145, 147, 353, 149 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ചെർക്കള സെൻട്രൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ പോലീസിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് വാഗ്വാദത്തിൽ ഏർപ്പെട്ടതായി FIR-ൽ പറയുന്നു. സ്ഥലത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായി. അവരുൾപ്പെടുന്നവരെ പിടിച്ചു മാറ്റുകയും വോട്ട് രേഖപ്പെടുത്തുവാനെത്തിയവരോട് സമാധാനപരമായി ക്യൂ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ചിലർ പോലീസിനു നേരെ ബലപ്രയോഗത്തിൽ മുതിർന്നു എന്നാണ് FIR. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരതിന് 1 വയസ്സ്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ജനപ്രീതിയിലും ഓട്ടത്തിലും ഇപ്പോഴും ഹിറ്റാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഓട്ടത്തിലും ജനപ്രീതിയിലും ഇപ്പോഴും ഹിറ്റാണ്. രാജ്യത്ത് സർവീസ് നടത്തുന്ന 51 വന്ദേ ഭാരതുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിലും ഒക്യുപ്പൻസിയിലും മുന്നിലാണ്. ഇറങ്ങിയും കയറിയും ഓരോ 100 സീറ്റും 200ഓളം യാത്രക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇന്ത്യയിൽ ഒക്യുപ്പൻസി 200% തുടരുന്ന ഏക തീവണ്ടി കൂടിയാണിത്. 16 റേക്കുള്ള വണ്ടിയിൽ 1100ഓളം സീറ്റുകളുണ്ട്. 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത വണ്ടി 28 മുതൽ സ്ഥിരം സർവീസായി. റെയിൽവേ പുറത്തുവിട്ട ആദ്യ 6 ദിവസത്തെ കണക്ക് പ്രകാരം 2.7 കോടി രൂപയാണ് ടിക്കറ്റ് നിരക്കിൽ ലഭിച്ചത്. എപ്പോഴും സീറ്റ് ഫുള്ളുമാണ്. അതേസമയം മംഗളൂരു, ഗോവ, മംഗളൂരു വന്ദേ ഭാരതിൻ്റെ ഒക്യുപ്പൻസി നിരക്ക് 50%-ൽ കീഴെയാണ്. കേരളത്തിലെ 2ാം വന്ദേ ഭാരതായ തിരുവനന്തപുരം മംഗളൂരുവിലെ ഒക്യുപ്പൻസി നിരക്ക് 165%-ന് മുകളിലാണ്. വന്ദേ ഭാരത് വന്നതിന് ശേഷമാണ് തീവണ്ടികളുടെ വേഗം വർദ്ധിപ്പിക്കുവാൻ പാളത്തിൽ പണിയും തുടങ്ങിയത്. വേഗം 130 കിലോമീറ്ററിൽ എത്തിക്കുവാൻ വളവ് നികത്തൽ, പുതിയ സിഗ്നലിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളവയും ആരംഭിച്ചു. ഓട്ടോമാറ്റിക് വാതിലുകൾ ഉള്ളതിനാൽ വണ്ടിയിൽ ഓടിക്കയറുന്നതും വാതിൽക്കൽ ഇരിക്കുന്നതുമായ ചില ശീലങ്ങൾക്കും വന്ദേ ഭാരത് മാറ്റം വരുത്തി. ഭക്ഷണം, വെള്ളം എന്നിവയിൽ ചില മാറ്റങ്ങൾ മാർച്ച് മുതൽ വരുത്തി. മാർച്ച് മുതൽ 1/2 ലിറ്റർ കുപ്പിവെള്ളം കൂടി നൽകുവാൻ തുടങ്ങിയിരുന്നു. കറണ്ട് ടിക്കറ്റിൽ ഭക്ഷണം ബുക്ക് ചെയ്തവർക്ക് സാധാരണ നൽകുന്ന വേവിച്ച ആഹാരത്തിന് പകരം പാക്ക് ചെയ്ത ഭക്ഷണമാണ് ഇപ്പോൾ നൽകുന്നത്. മറ്റ് വണ്ടികളുടെ സമയക്രമങ്ങളെ ബാധിക്കാതിരിക്കാനായി വന്ദേ ഭാരതിൻ്റെ സമയക്രമം 2 തവണ മാറ്റിയിരുന്നു. നിലവിൽ രാവിലെ 5:15 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് 1:20 കാസർഗോട്ടെത്തും. ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കും പുറപ്പെടും. രാത്രി 10:40 എത്തുന്നത്. ഇപ്പോഴും ചില പിടിച്ചിടൽ മറ്റു വണ്ടികളിലെ യാത്രക്കാരെ വലയിക്കുന്നതായി പരാതി ഉയരുന്നുണ്ട്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളി കാസർഗോഡ് ജില്ല. കത്തുന്ന വെയിലിൽ പുൽമേടുകൾക്കുൾപ്പെടെ തീപിടിക്കുവാനും തുടങ്ങി. ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടാണ് കാസർഗോഡ് ജില്ലയിൽ. റെക്കോർഡ് ചൂടാണ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. കത്തുന്ന വെയിലിൽ പുൽമേടുകൾക്കുൾപ്പെടെ തീപിടിക്കുവാനും തുടങ്ങി. മഞ്ചേശ്വര കീർത്തേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ ഏക്കർ കണക്കിന് തരിശായി കിടന്ന പുൽമേട്ടിലാണ് ഞായറാഴ്ച വൻ തീപിടുത്തമുണ്ടായത്. ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചതോടെ പ്രദേശമാകെ തീ പടരുകയായിരുന്നു. നിരവധി വീടുകളുള്ള പ്രദേശവാസികളുടെ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. പ്രദേശത്തെ സ്കൂൾ ബോയ്സ് അംഗങ്ങളായ സുദർശൻ, യതീഷ്, കാർത്തിക്, സന്ദേശ്, ശിവു, ശരത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീ അണക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പിന്നീട് അഗ്നിശമന സേനയെത്തി. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. പ്രദേശത്തെ വീടിന് അല്പം അകലെയുള്ള ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. തീ കൂടുതൽ പടരാത്തതിനാൽ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. കൊടും ചൂടിൽ മഞ്ചേശ്വരത്ത് പലയിടത്തും തീപിടുത്തമുണ്ടാകുന്നത് പതിവാണ്. കത്തുന്ന വെയിലിൽ സിഗരറ്റ് കുറ്റികൾ കെടുത്താതെ കളയുന്നതടക്കമുള്ള കാരണങ്ങളാണ് തീപിടുത്തമുണ്ടാക്കുന്നത്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. എല്ലായിടത്തും മാമ്പഴ മധുരം നുണയുന്ന കാലമാണിപ്പോൾ. എന്നാൽ 17 പരം വേറിട്ട രുചികളുള്ള മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവുമായി തൃക്കരിപ്പൂരിൽ ജൈവ മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെയും ബി മാംഗോസിന്റെയും നേതൃത്വത്തിലാണ് മാമ്പഴമേള നടക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിലെ ഫാർമേഴ്സ് ബാങ്ക് പരിസരത്ത് ഒരുക്കിയ മേളയിൽ കേരളക്കരയിലെ മാമ്പഴങ്ങളാണുള്ളത്. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് പേര് കേട്ടതെന്ന് ചലച്ചിത്രഗാനം സാക്ഷ്യപ്പെടുത്തുമെങ്കിലും മധുരവും ത്രിമധുരവും ഇരട്ടി മധുരവും ഒക്കെ നാവിൽ രുചിയേകുന്ന 17 ഇനങ്ങളാണ് മഹോത്സവത്തിലുള്ളത്. സീഗോവ, പ്രിയൂർ, ഉണ്ടപ്പ, നീലപ്പറങ്കി, ചക്കരക്കുട്ടി, നാട്ടി, മയൂര, കാലാപ്പാടി, ചാവക്കാട് ഒളോർ, ചന്ദ്രക്കാരൻ, ആലക്കോട് ഒളോർ, സിന്ദൂരം തുടങ്ങിയവയ്ക്കൊപ്പം കണ്ണൂരിൻ്റെ തനത് മാമ്പഴങ്ങളായ കുറ്റ്യാട്ടൂരും കുഞ്ഞിമംഗലവുമുണ്ട്. നിരവധി രുചികളിലും വലിപ്പത്തിലും നിറഭേദത്തിലുമുള്ള മാമ്പഴം വാങ്ങാൻ ഉദ്ഘാടനം നടക്കും മുമ്പേ ആളുകൾ തിക്കിത്തിരക്കിയെത്തി. പാലക്കാടിൻ്റെ വ്യത്യസ്ത ഇനങ്ങളാണ് കൂടുതലുള്ളത്. മാങ്ങ കയറ്റുമതി ഇന്ത്യയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ 6 തരം മാമ്പഴങ്ങളുണ്ട്. ജൈവ രീതിയിൽ പഴുപ്പിച്ചെടുത്ത മാമ്പഴങ്ങളെന്ന പ്രത്യേകതയുമുണ്ട്. 2 ദിവസം നീളുന്ന മാമ്പഴ മഹോത്സവം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ബി മാംഗോസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മാങ്ങയുടെ നാട് തന്നെയാണ്. ഒരുപാട് നല്ല മാങ്ങകൾ നമുക്ക് ലഭ്യമാണ് എന്നതാണ് ഈ പ്രദേശത്തിൻ്റെ വ്യാപകരമായ രീതിയിൽ നമുക്ക് മാങ്ങ കൃഷി നടത്താൻ സാധിക്കും. മറ്റു കൃഷികളെ അപേക്ഷിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായ ഒരു ബിസിനസ്സാണ് ഈ മാങ്ങ ഉൽപ്പാദിപ്പിക്കൽ, മാവ് തൈ നട്ടുപിടിപ്പിക്കലും അതിനുള്ള ഉൽപ്പാദനം. ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് LK യൂസഫ്, മാനേജിംഗ് ഡയറക്ടർ K ശശി, ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഡയറക്ടർമാരായ C രവി, TV ആനന്ദകൃഷ്ണൻ, VV അനിൽകുമാർ, അസീസ് കൂലേരി, T അജിത, BK ബീന, UK രാജൻ, ജീവനക്കാരായ C സേതുമാധവൻ, K രാജീവൻ എന്നിവർ സംസാരിച്ചു. ഉർമിസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 25 സംവത്സരങ്ങൾക്ക് ശേഷം അടുത്ത വർഷം മാർച്ച് 5 മുതൽ 12 വരെയായി നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. രാമവില്യം കഴക പരിസരത്തൊരുക്കിയ സദസ്സിലെ ആയിരങ്ങളെ സാക്ഷിയാക്കി എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. രാമവില്യം കഴക പരിസരത്ത് ഒരുക്കിയ സദസ്സിലെ ആയിരങ്ങളെ സാക്ഷിയാക്കി എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കഴകം പ്രസിഡന്റ് VV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി. NKP അസീസ് മുഖ്യാതിഥിയായും സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ വിശിഷ്ടാതിഥിയുമായിരുന്നു. തെക്കേ വീട്ടിൽ കുഞ്ഞിരാമൻ അന്തിതിരിയൻ, KV നാരായണൻ അന്തിതിരിയൻ, KV അമ്പുകുഞ്ഞി, VK ബാവ, VV സജീവൻ, PV മുഹമ്മദ് അസ്ലാം, M മനു, M മഹേഷ്, TP പുരുഷോത്തമൻ, KV അമ്പാടി, KP അഷ്റഫ് മുൻഷി, റിജോഷ് ജോസഫ്, P വിനോദ്, T ഗംഗാധരൻ, MK അനിൽകുമാർ, KV വിജയൻ, VV അബ്ദുള്ള ഹാജി, MK കുഞ്ഞികൃഷ്ണൻ, A ഷൈജു, M ഗംഗാധരൻ, PV തമ്പാൻ, കപ്പണക്കാൽ കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിനെത്തിയ എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി
സ്വാമി വിവിക്താനന്ദ സരസ്വതി എന്നിവരെ സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും പൂർണ്ണ കുംഭത്തോടെ രാമവില്യം കഴകത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. KV ഗംഗാധരനെ ചെയർമാനായും PV കണ്ണൻ മാസ്റ്ററെ ജനറൽ കൺവീനറായും PP കുഞ്ഞിക്കണ്ണനെ ട്രഷററായും 27 ഉപസമിതികൾ ഉൾപ്പെടെ 3001 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ഉറമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. സേവാഭാരതി കാസർഗോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു. കൂഡ്ലു സ്വദേശി ഹരിശ്ചന്ദ്ര ആചാര്യയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സേവാഭാരതി കാസർഗോഡ് യൂണിറ്റ് കൂഡ്ലുവിലെ ഹരിശ്ചന്ദ്ര ആചാര്യയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. പരിപാടിയിൽ ശ്രീ വേദാന്ത ചൈതന്യ സ്വാമിജി, അമൃതാനന്ദ മഠം, വിവേകാനന്ദ നഗർ, രാഷ്ട്രീയ സ്വയംസേവക സംഘം കണ്ണൂർ വിഭാഗ് ദഹ കാര്യവാഹ് ലോകേഷ് ജോഡ്കല്ലു, ജില്ലാ കാര്യവാഹ് പവിത്രൻ കുതിരേപ്പാടി, ജില്ലാ ബൗദ്ധിക് പ്രമുഖ് അനന്ത പത്മനാഭ, ജില്ലാ പ്രചാരക് ശ്രീകണ്ഠൻ, താലൂക്ക് കാര്യവാഹ് അക്ഷത്, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ, ദേശീയ സേവാഭാരതി സംഘടനാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, BMS ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ കൊട്ടക്കണി, സഹകാർ ഭാരതി ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട, സംഘത്തിൻ്റെയും വിവിധ ക്ഷേത്രത്തിൻ്റെയും ചുമതലയുള്ള കാര്യകർത്താക്കൾ, നിരവധി സ്വയം സേവകർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മെട്രോ ക്ലബ്ബ് ബിജു കാഞ്ഞങ്ങാട് അനുസ്മരണം നടത്തി. നാലപ്പാടം പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. 32ാം വാർഷികം ആഘോഷിക്കുന്ന കാഞ്ഞങ്ങാട് കിഴക്കുംകര മണലിൽ മെട്രോ ക്ലബ്ബ് അകാലത്തിൽ മരണമടഞ്ഞ യുവകവിയും പ്രദേശത്തുകാരനുമായ ബിജു കാഞ്ഞങ്ങാട് അനുസ്മരണം നടത്തി. ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങ് നാലപ്പാടം പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ V. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ദിവാകരൻ വിഷ്ണുമംഗലം അനുസ്മരണ പ്രഭാഷണം നടത്തി. MK രവീന്ദ്രൻ, ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, നാരായണൻ അമ്പലത്തറ, രാജേഷ് കരിപ്പാൽ, പുഷ്പ കൊളവയൽ, പ്രകാശൻ മടിക്കൈ, അശ്വിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ചന്ദ്രൻ മണലിൽ സ്വാഗതവും പ്രസിഡന്റ് K. രാകേഷ് നന്ദിയും പറഞ്ഞു. ബിജു കാഞ്ഞങ്ങാടിന്റെ സഹോദരൻ M. ബൈജു ഉദ്ഘാടകൻ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളും പങ്കെടുത്തവരും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടിന്റെ ഉത്സവമായി സൂര്യ ക്ലബ്ബ് 25ാം വാർഷികാഘോഷം. പ്രദേശത്തെ 45 കലാകാരന്മാർ അണിനിരന്ന 1.5 മണിക്കൂർ നീണ്ടുനിന്ന കലാസന്ധ്യയും അരങ്ങേറി. നാടിന്റെ എല്ലാ മേഖലകളിലും ഇടപെടൽ നടത്തുന്ന ബല്ല കുറ്റിക്കാൻ ഗ്രാമം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 25 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സൂര്യ ക്ലബിന്റെ 25ാം വാർഷികാഘോഷം 2 ദിവസങ്ങളിലായി സൂര്യോത്സവം 2K24 എന്ന പേരിൽ വിവിധങ്ങളായ പരിപാടികളോടെ നടന്നു. ആദ്യ ദിനത്തിൽ ചെമ്മട്ടം വയലിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അനിൽകുമാർ പാച്ചേരിക്കാൽ അധ്യക്ഷത വഹിച്ചു. സിനിമ സീരിയൽ താരം സാജൻ സൂര്യ, നാടൻപാട്ട് കലാകാരി ജയരഞ്ജിത എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി, അരഭാരം തകതാളം തല്ലി, അരമണി കിങ്ങിണി കിളി പാകി, ഇമകളെന്തു ഭംഗി, ഇവളുടെ കവിളിനെന്തു കാന്തി, അധരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി. നഗരസഭാ കൗൺസിലർമാരായ KV സുശീല, N. ഇന്ദിര, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മനു C. അത്തിക്കോത്ത്, ക്ലബ്ബ് പ്രസിഡന്റ് നിതീഷ് കുറുവാട്ട്, ട്രഷറർ PK രഘുരാജ്, സംഘാടക സമിതി ട്രഷറർ പ്രവീൺ പൊന്നൻ, ഉണ്ണികൃഷ്ണൻ പൊന്നൻ, സുരേന്ദ്രൻ പാറക്കാടൻ, M. മഞ്ജുഷ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ VV രഞ്ജിരാജ് സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി രവീന്ദ്രൻ കുയിൽവീട് നന്ദിയും പറഞ്ഞു. പ്രദേശത്തെ 45 കലാകാരന്മാരും കലാകാരികളും അണിനിരന്ന 1.5 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത ശില്പവും ക്ലബ്ബ് വനിതാ അംഗങ്ങളുടെ കൈകൊട്ടിക്കളിയും അരങ്ങേറി. 2ാം ദിനമായ 28-ന് വിവിധ കലാപരിപാടികളും രാത്രി 8 മണിക്ക് മഴവിൽ മ്യൂസിക് ബാൻഡ് കോഴിക്കോടിന്റെ മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. 1977-78 വർഷത്തെ SSLC ബാച്ചിന്റെ സംഗമമാണ് സംഘടിപ്പിച്ചത്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ SSLC 1977-78 വർഷ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്.
വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒത്തുചേർന്നപ്പോൾ പഴയകാല ഓർമ്മകളിലേക്കാണ് ഇവരെ കൊണ്ടുപോയത്. ഹെഡ്മാസ്റ്റർ ആർ അസീസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. കെ വേണു അധ്യക്ഷത വഹിച്ചു. കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹംസ പാലക്കി മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലായിരുന്നു പരിപാടി. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ കുടുംബ സംഗമം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. അസോസിയേഷന്റെ 1000-ഓളം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് സംഗമത്തിൽ ഒത്തുചേർന്നത്. വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. KMA പ്രസിഡന്റ് സി യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം അംഗങ്ങളുടെ കുടുംബത്തിനുള്ള മരണാനന്തര ധനസഹായ വിതരണം ജില്ലാ സെക്രട്ടറി KJ സജിയും ട്രഷറർ മാഹിൻ കോളിക്കരയും ജില്ലാ വൈസ് പ്രസിഡന്റ് സി ഹംസയും നിർവഹിച്ചു. തുടർന്ന് വനിതാ സമിതി നേതൃത്വത്തിൽ തിരുവാതിരയും ഫ്യൂഷൻ ഡാൻസും അവതരിപ്പിച്ചു. അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പ്രൊഫഷണൽ ടീമിന്റെ ഗാനമേളയും അരങ്ങേറി. സംഗമത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്കായി നേരത്തെ നടത്തിയ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, ബാഡ്മിന്റൺ, കരോക്കെ, സംഗീതം, പാചക മത്സരം വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന നിരാഹാരം. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു സമരം. ഇനി പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാനാകില്ല. കാസർഗോഡ് നഗരത്തിലും അതിർത്തി പ്രദേശങ്ങളിലും ഉൾപ്പെടെ സ്ഥാപിച്ച പോലീസിന്റെ അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ മിന്നിത്തുടങ്ങി. ചെർക്കളയിൽ തെരഞ്ഞെടുപ്പിനിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവം. 10 പേർ അറസ്റ്റിൽ. പോലീസിനെതിരെ ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ 7 പേർക്കെതിരെയും കേസ്. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരതിന് 1 വയസ്സ്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ജനപ്രീതിയിലും ഓട്ടത്തിലും ഇപ്പോഴും ഹിറ്റ്. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളി കാസർഗോഡ് ജില്ല. കത്തുന്ന വെയിലിൽ പുൽമേടുകൾക്കുൾപ്പെടെ തീപിടിക്കുന്നത് ആശങ്കയുയർത്തുന്നു. തൃക്കരിപ്പൂരിൽ ജൈവ മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി. ഫെസ്റ്റിൽ 17ൽ പരം വേറിട്ട രുചികളുള്ള മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.